അങ്ങനെ സോഫിയുടെയും ഫെലിക്സിന്റെ മാരേജ് കഴിയുന്നു. ഇതേ സമയം ജയക്ക് അറ്റ് നൈറ്റ്. അവളെന്നെ ചതിച്ചിട്ട് പോയി. ഞാൻ ഇത്രയും കാലം വിശ്വസിച്ചിരുന്നത് എല്ലാ പെണ്ണുങ്ങളും ഒരേപോലെ അല്ലെന്നായിരുന്നു. പക്ഷേ ഇന്നെനിക്ക് ഉറപ്പായി എല്ലാ പെണ്ണുങ്ങളും ഒരേപോലെ തന്നെയാണെന്നും അതിലൊരു മാറ്റം ഇനി വരുത്തില്ലെന്നും. കേറിവാ, അവിടെ തന്നെ നിൽക്കണ്ട. നീ വിചാരിച്ചൊന്നും നടന്നില്ല അല്ല സോഫിയ. ദൈവം ഇപ്പൊ എൻ്റെ കൂടെ അടി. അതാ നിന്നെ എൻ്റെ മുന്നിട്ട് തന്നതും ഇപ്പോഴെൻ്റെ കാൽ ചൊരിഞ്ഞ് കിടക്കുന്നതും. അപ്പൊ എങ്ങനെയാ ഇന്നത്തെ നൈറ്റ് നമുക്കങ്ങ് തുടങ്ങാലോ, നമ്മുടെ ഫസ്റ്റ് നൈറ്റ്. നീ വിചാരിക്കുന്നതിനപ്പുറം ഞാൻ ഇനി വേദനിപ്പിക്കും. എന്നെ വീട് പ്ലീസ് വീട്. ഫെലിക്സ് നിനക്ക് എന്താ വേണ്ടേ? വീട്ടല്ലേ. ഇത്രയും കാലം ഞാൻ നിന്റെ പുറകെ പട്ടിയെ പോലെ ഞാൻ നടന്നത്. നീ എന്തെങ്കിലും മൈൻഡ് ചെയ്തോ? ചിതറിയ മിഴിയോ സതിയോ കനവോ കതിരോ കനലോ മൊഴിയോ ഇനി നീ പറയൂ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യമാണ് എനിക്കിപ്പോൾ കേൾക്കാൻ താല്പര്യമില്ല. ഞാനിപ്പോൾ പുറത്തോട്ട് പോവാൻ ഉച്ചയ്ക്ക് വരും. അപ്പോൾ എന്നോട് പറ എന്താണെന്ന് വെച്ചാൽ. ആൻറ്റി ഇന്നാ അവളുടെ സ്വത്തുക്കളുള്ള പേപ്പർ. ഇനി ഞാനും ആൻറ്റിയായിട്ട് ഒരു ബന്ധവുമില്ല. ശരി, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? എന്താന്ന് വെച്ചാൽ പറഞ്ഞ് തോലേക്ക്. പ്രഗ്നന്റ്. വാട്ട്? നീ പെട്ടെന്ന് ഇറങ്ങാം. നീ ഡ്രസ്സ് മറ്റു പെട്ടെന്ന് ഇറക്കാം. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഇത് പെട്ടെന്ന് അബോട്ട് ചെയ്ത് കളയണം. എന്താ കൊല്ലാനോ? ഇത് നിങ്ങളുടെ കൂടെ ചോരയല്ലേ? അതിന് എനിക്ക് നിന്നോടെ പ്രേമം ക്രൂമൊന്നും ഇല്ല. നിന്റെ ഒരു ആൻറ്റി ഉണ്ടല്ലോ, അവര് പറഞ്ഞു നിന്റെ സ്വത്തുകൾ മൊത്തം അവർക്ക് വേണമെന്ന്. സോ അതിനായിട്ട് മാത്രം എന്നെ കല്യാണം കഴിച്ച. പിന്നെ വേറെ കാര്യം, എനിക്ക് നിന്നെ രുചിക്ക് നോക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടെന്ന്. അത് കഴിഞ്ഞു നീ വാശി പിടിക്കുന്നതാ. ഇറങ്ങോട്ട്, ഇങ്ങോട്ട് പോവാ. ഫെലിക്സ് അവളെ പിടിച്ചു വലിച്ച് കാറിലോട്ട് കയറ്റുന്നു. പോകുന്ന വഴിക്കൊക്കെ അവൾ തൻ്റെ ഉദരത്തിൽ കൈവച്ച് തടവുന്നുണ്ടായിരുന്ന ആ കുഞ്ഞിനോട് മാപ്പ് പറയുന്ന പോലെ. അങ്ങനെ ഫെലിക്സ് അവളെ നിർബന്ധിച്ച് അബോട്ടേപ്പിക്കുന്നു. എനിക്കിനി ഭൂമി ജീവിക്കണ്ട. സോഫിയ ഇവിടെ എവിടെ പോയി കിടക്കണം? സോഫിയ എഴുന്നേക്ക്. സോഫിയ, ഇതെന്താ ബ്ലഡ്? സോറി, ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയില്ല കുട്ടീനെ. ഇവിടെ വന്നപ്പോഴത്തേക്കും 18 വൈകി പോയിരുന്നു. ബോസ് എന്താടോ? എന്താ പറഞ്ഞേ? സത്യമാ ബോസ് ഞാൻ പറഞ്ഞത്. ബോസ് പ്രണയിച്ച പെൺകുട്ടി മരിച്ചു, സോഫിയ എന്ന് പറഞ്ഞേ. എനിക്ക് സോഫിയൊന്ന് കാണണം. അതിനെന്താ സാർ, നമുക്ക് പോവാം. ചിതറിയ മിഴിയോ സതിയോ കനവോ കതിരോ കനലോ മൊഴിയോ ഇനി നീ പറയൂ. കടലൊലിയാരോ കനലൊളിയ
സാറിനൊരു ലെറ്റർ ഉണ്ട്. ഗിവ് ഇറ്റ് ടു മീ. വില്യം ആ ലെറ്റർ പൊട്ടിച്ച് വായിക്കുന്നു. എന്നോട് ദേഷ്യമായിരിക്കും അല്ലേ? ഞാൻ ആരാന്ന് മനസ്സിലായോ? ഞാനാ ഇച്ചായൻ സ്വന്തം സോഫിയ. ഇച്ചായൻ വിചാരിച്ചതൊക്കെ തെറ്റാ. ഞാൻ ഇച്ചായൻ ചതച്ചിട്ടൊന്നുമില്ല. എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അന്ന് എനിക്കെന്നെ പറയേണ്ട ഫെലിക്സ് കാരണം അവനെ ബ്ലാക്ക് മെയിൽ ചെയ്തു. ഇച്ചായൻ്റെ പേര് പറഞ്ഞത് ഇച്ചായനെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് അത് പേടിച്ച ഞാൻ ഇച്ചായനോട് അങ്ങനെ പറഞ്ഞത്. എന്നോട് ക്ഷമിക്കണം. ഇച്ചായൻ പറഞ്ഞിട്ടില്ലായിരുന്നു എന്തെങ്കിലും സങ്കടമൊക്കെ വരുമ്പോൾ ഇച്ചായനോട് തുറന്ന് പറയണമെന്ന്. എന്നാൽ ഞാനിപ്പോഴത്തെ പറയാൻ പോവാം. കല്യാണം കഴിഞ്ഞ അവനെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ച് ചായ. എനിക്ക് സഹിക്കുന്നതിനപ്പുറമായിരുന്നു അത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റായി. അതും ഞാൻ അവനോട് പറഞ്ഞു. അവനെന്താ പറഞ്ഞറിയോ? ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യണമെന്നാ. അവൻ എന്തായാലും പറഞ്ഞ് എനിക്കറിയത്തില്ല. എന്നിട്ട് അവൻ പറയാം ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ല, നിൻ്റെ ശരീരത്തിനെ സ്നേഹിച്ചിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞു. പിന്നീടും അവൻ്റെ ഉപദ്രവം താഴെ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ മരിച്ചത്. ഈ ലെറ്റർ ഇച്ചാൻ്റെ കയ്യിലെത്തുമ്പോൾ ഞാൻ മരിച്ചിട്ടുണ്ടായിരിക്കും. എനിക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമായി ചായ. ഐ ലവ് യു. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ഇച്ചായ നെഞ്ചിട്ട് ആ ചൂടറിഞ്ഞ് കിടക്കണമെന്ന്. പക്ഷെ എനിക്കതിനുള്ള വിധിയില്ല. അടുത്തൊരു ജന്മമുണ്ടെങ്കിൽ ഞാൻ ഇച്ചായൻ്റെ പാതി തന്നെ ആയിരിക്കും. ഈ ജന്മത്തിൽ നമുക്കതിനുള്ള വിധിയില്ല. എന്നും സ്വന്തം ഇച്ചായൻ്റെ സോഫിയ. ഇച്ചായ, ഒരു കാര്യം പറയാൻ മറന്നുപോയി ഞാൻ. എനിക്കറിയാം ഇച്ചായനും മാഫിയെന്ന്, പക്ഷെ എന്നെ അറിയാൻ വൈകിപ്പോയി. ഇച്ചായ, മാഫിയക്ക് വില്യം വന്ന് എനിക്ക് അറിയാം ഇച്ചായ. ഈ നിമിഷത്തിൽ എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. I love you, Chaya. I really love you. Sophia! Luca! Yes, boss. ഫെലിക്സ് എനിക്ക് വേണം. വിത്തിൻ 1 hour അവനെ ആ പഴയ ഗൗഡോണ് കൊണ്ടുവന്നേക്ക്. ഞാൻ അവിടെ കാണും. അവനെ കിട്ടിയില്ലെങ്കിൽ നീ ജീവിച്ചിരിക്കത്തില്ല. ഓക്കെ സാർ, ഓക്കെ. അവൻ ഇഞ്ച പരുവാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോവാ. സാർ കൊണ്ടുവന്നു. ആ ഹൈനകളുടെ കൂട് കണ്ടോ? അവനെ അങ്ങോട്ട് മേലോട്ട് പൊക്കി കെട്ടി വെച്ചേക്കവിടെ. അതുങ്ങള് അവനെ കൊലവറിയോട് നോക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കാണണം. ഫെലിക്സിനെ അവിടെ കൊണ്ട് കെട്ടുന്നു. കുറച്ചു കഴിഞ്ഞ ശേഷം ഫെലിക്സിന് ബോധം വരുന്നു. എവിടെയാ? ഹേയ് മിസ്റ്റർ ഫെലിക്സ്, എന്താണ് പേടി കേട്ടോ നിനക്ക്? പ്ലീസ് എന്നെ ചെയ്യില്ല, പ്ലീസ്. ഇതുപോലത്തോണ്ടല്ലോടോ എന്റെ സോഫിയം പറഞ്ഞത്. വിടുന്ന്. നീ കേട്ടാ? നിനക്ക് തരാൻ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ ഇത്. നീ കളിക്കുമ്പോ ഓർക്കണമെന്നോ, മറുഭാഗത്ത് നിൽക്കുന്നത് ഈ വില്യമാണ്. അപ്പല്ലേ മോൻ നന്നായിട്ടൊന്ന് ആസ്വദിക്കും. ആ കയറങ്ങ് മുറിച്ചേക്ക്. ഫെലിക്സ് നേരെ താഴോട്ട് ആ ഹൈനക്കൂട്ടിൽ വന്ന് വീഴുന്നു. ഹൈനകൾ അവനെ വലിച്ചെറി കടിക്കുന്നു. ഫെലിക്സ് വേദന കൊണ്ട് പൊളിഞ്ഞ് അവിടെ കിടന്ന് മരിക്കുന്നു. വില്യം തിരിച്ചവനെ മാൻഷനിലോട്ട് പോകുന്നു. സോഫിയ, നീ പറഞ്ഞ പോലെ അടുത്ത ജന്മത്തിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയും. എന്താ ഭാര്യ നോക്കുന്നത്? ഇച്ചാനോ പേടിച്ചു പോയല്ലോ. ഞാനിവിടെ എന്തെടുക്കണം, ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ ഉറക്കുക. അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കിടക്കാന്ന് പറഞ്ഞു. ഈ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? ഓർക്കാതിരിക്കാൻ പറ്റൂ ഇച്ചായ. ഞാൻ വേദന കൊണ്ട് മരിച്ച ദിവസവും ഇച്ചായ ഫെലിക്സിനോട് പ്രതികാരം ചെയ്ത ദിവസവും ഒക്കെ ഈ ദിവസം തന്നെയല്ലേ. ഞാൻ എങ്ങനെ മറക്കുന്നത്? എന്തായാലും എനിക്ക് ദൈവത്തിനോട് 1000 നന്ദി പറയാനുണ്ട്, നമ്മളെ വീണ്ടും ഒന്നിപ്പിച്ചതിന്. അല്ല, നീ എന്നോട് ആഗ്രഹം പറഞ്ഞില്ലായിരുന്നോ? എന്തോ എൻ്റെ നെഞ്ചിൻ്റെ ചൂടറിഞ്ഞ് കിടക്കണോന്നൊക്കെ. നമുക്കന്നെ അറിഞ്ഞാലോ? ഒന്ന് ഞാൻ ചൂടറിഞ്ഞതിൻ്റെ ഇപ്പം അപ്പുറത്ത് മുറി കിടക്കുന്നത്. വാ പെണ്ണെ. ഇച്ചായ, നിனைவுகளை
അങ്ങനെ ഞങ്ങളുടെ സ്റ്റോറി ഇവിടെ കഴിഞ്ഞട്ടോ. ഇനി അടുത്ത സ്റ്റോറി നമുക്ക് കാണാവേ. പിന്നെ ഈ സ്റ്റോറി സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു.